നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. ബലഹീനത നമ്മുടെ വിജയത്തെ സാരമായി ബാധിക്കാറുണ്ടോ? ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ആ ഗ്രാമത്തിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. തൻ്റെ ഏകാന്തത മാറ്റാനായി അവർ ഒരു പൂച്ചയെ വളർത്തി. അതവരുടെ സന്തത സഹചാരിയായി മാറി. അവർ അതിനെ അടുക്കും ചിട്ടയും നിഷ്ഠയോടെയുമാണ് വളർത്തിയത്. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ പൂച്ച തീന്മേശപ്പുറത്ത് മെഴുകുതിരിക്കാലുകളിൽ പിടിച്ച് വെളിച്ചം കാണിക്കും. തൻ്റെ പൂച്ചയുടെ ഈ സ്വഭാവ വൈശിഷ്ട്യം മറ്റുള്ളവരെ കൂടി കാണിക്കണമെന്ന് അവർക്ക് തോന്നി. അവർ ഗ്രാമത്തിന് പുറത്തുള്ള തൻ്റെ സുഹൃത്തുക്കളെ അത്താഴ വിരുന്നിന് ക്ഷണിച്ചു. അന്നും പൂച്ച മെഴുകുതിരിക്കാലുകളുമായി തീന്മേശയിലിരുന്നു. മീനും ഇറച്ചിയും വിളമ്പി വെച്ചിരിക്കുന്ന തീന്മേശയിൽ വളരെ അനുസരണയോടെ ആ പൂച്ചയിരുന്നു. അത്ഭുതം തോന്നിയ വിരുന്നുകാർ പൂച്ചയ്ക്ക് നേരെ മുഴുത്ത മീനും ഇറച്ചി കഷ്ണവും എല്ലാം കാണിച്ചു. പക്ഷേ അത് അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. എല്ലാവർക്കും അത്ഭുതമായി. ആ സ്ത്രീ അഭിമാനം കൊണ്ട് പുളകിതയായി. അപ്പോഴാണ് ഒരു എലി പുറത്തുനിന്ന് പെട്ടെന്ന് അകത്തേക്ക് ഓടിക്കയറിയത്. പൂച്ച കയ്യിലിരുന്ന മെഴുകുതി വലിച്ചെറിഞ്ഞ് എലിയുടെ മേലേക്ക് വീണു. കിട്ടിയ മാത്രയിൽ അതിനെ വായിലാക്കുകയും ചെയ്തു. പ്രത്യേകം പരിശീലിപ്പിച്ചു താൻ വളർത്തിയ പൂച്ചയിൽ നിന്നും അവർ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല. ലജ്ജയോടെ തല താഴ്ത്തിയിരുന്ന് അവർ ഒരു കാര്യം ഉരുവിട്ടു. എലിയാണ് ഈ പൂച്ചയുടെ ബലഹീനത. എന്താണ് നമ്മുടെ ബലഹീനത? മറ്റു പല കാര്യങ്ങളിലും സാമർത്ഥ്യവും ജാഗ്രതയും ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നിസ്സഹായതയും ബലഹീനതയും ഉണ്ടായെന്ന് വരാം. പരാജയങ്ങൾക്ക് ഇതൊന്നു മാത്രം മതി. ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആത്മപരിശോധനയ്ക്ക് ഇടയ്ക്കിടെ വിധേയമാകുന്നത് നല്ലതാണ്. അപ്പോൾ മാത്രമേ നമ്മുടെ കുറവിനെ കണ്ടെത്തി പരിഹരിച്ച് ജീവിത വിജയം നമുക്ക് നേടാനാകൂ. നമുക്ക് നമ്മുടെ ബലഹീനതയെ തിരിച്ചറിയാം. ശുഭദിനം.